നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ശ്രദ്ധ എന്ന ഉദാത്ത ഭാവത്താൽ പ്രേരിതമായ കർമ്മം എത്ര മഹത്തായ പ്രഭാവമാണ് സൃഷ്ടിക്കുന്നതെന്ന് നചികേതസിൻ്റെ അനുഭവത്തിലൂടെ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതുപോലെ പ്രേമത്താൽ പ്രചോദിതമായി ചെയ്യപ്പെടുന്ന കർമ്മങ്ങളുടെ മഹത്വത്തിന് അനവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. ശ്രീരാമനോടൊപ്പം വനവാസത്തിനിറങ്ങുന്ന ലക്ഷ്മണൻ്റെ ഉജ്ജ്വല ത്യാഗകർമ്മം പ്രേമമെന്ന സദ്ഭാവത്തിൻ്റെ പ്രേരക ശക്തി കൊണ്ട് പ്രകാശനമാണ്. കർമ്മങ്ങളെ സത്കർമ്മങ്ങളാക്കുന്ന ഈ സദ്ഭാവത്തിനെ മാനസിക തപസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഭഗവത്ഗീത അവതരിപ്പിക്കുന്നത്. ഗീതയിൽ ശാരീരിക, വാചിക, മാനസിക തപസ്സുകളെക്കുറിച്ച് ഭഗവാൻ വർണ്ണിക്കുന്നുണ്ട്. മനഃപ്രസാദം, സൗമ്യത, മനനശീലം, ആത്മനിയന്ത്രണം, ഭാവശുദ്ധി എന്നിവയാണ് മാനസിക തപസ്സുകൾ. ഇവയിൽ മനഃപ്രസാദത്തിൻ്റെ ഫലമായുണ്ടായതാണ് സൗമ്യത്വം. മനോരഥം ഒഴിവാക്കി നല്ലത് മാത്രം ചിന്തിക്കുന്നതാണ് മനനശീലം. ഇത് സാധിക്കാൻ ആത്മനിയന്ത്രണം വേണം. ഇതൊക്കെ സാധ്യമാക്കുന്ന ഉപായമാണ് ഭാവസംശുദ്ധി. ശ്രദ്ധ, പ്രേമം, ജ്ഞാനം തുടങ്ങിയവയാണ് ഇതിൻ്റെ ഘടകങ്ങൾ. ഇത്തരം ശുദ്ധഭാവം അഥവാ സദ്ഭാവം നമ്മുടെ സകല കർമ്മങ്ങളെയും സംശുദ്ധമാക്കുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. മാർത്താണ്ഡഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിജിത്തു ജയിച്ചതുമെത്രയും പാർത്തോളം അദ്ഭുതമെന്നു പറകയും രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുജാനാദഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങിച്ചമഞ്ഞിതു ചിന്തമുഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകെന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നികുംഭനുമന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ.
കമ്പനൻ താനും പ്രചംഘനുമെത്രയും വൻപുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നളവിംബം കലർന്നടുത്താർ കപിവീരരും. അടുത്തതായി രാമായണ ദർശനം. തീ ആളിപ്പടർന്ന ലങ്കാപുരിയിലെ ചിത്രം അതിദയനീയമാണ്. രാക്ഷസന്മാരും സ്ത്രീകളും തീപ്പൊള്ളലേറ്റ് നിലവിളിച്ചു. ആനകളും കുതിരകളും വെന്തു നീറിപ്പിടഞ്ഞു. വാനരന്മാരുടെ അലർച്ചയിൽ ശ്രീരാമന്റെ ഞാണൊലി ശബ്ദവും അന്തരീക്ഷത്തെ ഭീതിപ്പെടുത്തി. എല്ലാം മനസ്സിലാക്കിയ രാവണൻ അനുജൻ കുംഭകർണന്റെ മക്കളായ കുംഭനോടും നികുംഭനോടും യുദ്ധത്തിന് പുറപ്പെടാൻ ആജ്ഞാപിച്ചു. ഈ ഭാഗമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. സുഗ്രീവൻ്റെയും അംഗദൻ്റെയും നിർദ്ദേശമനുസരിച്ച് വാനരന്മാർ ലങ്കയ്ക്ക് മുഴുവൻ തീ കൊടുക്കുകയാണ്, പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്കൊക്കെ. അതുപോലെ കാടുകൾ തച്ച് തകർക്കുകയും മതിൽക്കെട്ടുകൾ പൊളിക്കുകയും ഒക്കെ ചെയ്തു. വെന്തുഴറി രാക്ഷസന്മാർ തലങ്ങും വിലങ്ങും ഓടുന്നു. രാമൻ കൂർത്ത അമ്പുകൾ നിരന്തരം തൊടുത്തു വിടുന്നു. മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിജിത്തു ജയിച്ചതുമെത്രയും പർത്തോളം അദ്ഭുതമെന്നു പറകയും രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജ്യാനാദ ഘോഷവും. രാമൻ തുടർച്ചയായ അമ്പുകളെ പ്രയോഗിക്കുന്നു. അവിടെ വാനരന്മാർ ഒച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, ഗോത്രാരിജിത്ത് ജയിച്ചത് എത്രയും അദ്ഭുതമാണ് എന്ന്. താത്പര്യം അത് പരിഹസിക്കുകയാണ്. ഗോത്രാരി ഇന്ദ്രനാണ്. ഗോത്രം എന്നാൽ അനേക അർത്ഥങ്ങളെ ശബ്ദത്തിന് പറയാം. ഇവിടെ ഈ സന്ദർഭത്തിൽ ഗോവിനെ ത്രാണനം ചെയ്യുന്നത് ഗോവ് ഭൂമി, ഭൂമിയെ രക്ഷിക്കുന്നത് പർവ്വതം, ഭൂമിയെ പിടിച്ചു നിർത്തുന്നത് പർവ്വതമാണ്. ഗോത്രങ്ങളുടെ അരി ശത്രു, പർവ്വതങ്ങളുടെ ശത്രു ഇന്ദ്രനാണ്, ചിറകരിഞ്ഞതുകൊണ്ട്. ആ ഇന്ദ്രൻ്റെ ജിത്ത്, ഇന്ദ്രനെ ജയിച്ചവൻ മേഘനാഥൻ ഇന്ദ്രജിത്ത്. അപ്പം ഇന്ദ്രജിത്ത് ജയിച്ചത് വലിയ അദ്ഭുതമായിപ്പോയി എന്ന് കളിയാക്കിക്കൊണ്ട് ഒച്ചത്തിൽ വിളിച്ചു പറയുകയാണ് എല്ലാ വാനരന്മാരും. കാരണം ശ്രീരാമനും ലക്ഷ്മണനും പ്രധാനപ്പെട്ട വാനര ശ്രേഷ്ഠന്മാരുമെല്ലാം ബോധരഹിതരായി വീണതോടുകൂടി ഇന്ദ്രജിത്ത് ലങ്കയിൽക്കുള്ളിലേക്ക് പ്രവേശിച്ച് വിജയത്തിൻ്റെ പെരുമ്പറ മുഴക്കിയിരുന്നു. തങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്ന് പെരുമ്പറ മുഴക്കി അറിയിച്ചതാണ്. അതുകൊണ്ടാണ് ഇന്ദ്രജിത്തിൻ്റെ ജയം വലിയ കേമം തന്നെ എന്ന് കളിയാക്കിക്കൊണ്ട് ഇവർ വിളിച്ചു പറയുന്നത്. രാത്രിഞ്ചരന്മാരുടെ നിലവിളിയുടെ വലിയ ശബ്ദം, രാത്രിഞ്ചര സ്ത്രീകളുടെ കരച്ചിലിൻ്റെ വലിയ ശബ്ദം, വാനരന്മാർ നിന്ന് അലറി വിളിക്കുന്ന ശബ്ദം, മാനവേന്ദ്രനായ ശ്രീരാമൻ്റെ വില്ലിൻ്റെ ഞാണൊലി ശബ്ദം, ആനകൾ വന്ന് അലറി കരയുന്ന ശബ്ദം, പൊള്ളി ദൈന്യം പ്രാപിച്ച് കുതിരകൾ കരയുന്ന ശബ്ദം, ഇതെല്ലാം ചേർന്ന് എല്ലാ ദിക്കിലും പ്രതിധ്വനിച്ച് മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഈ വലിയ ശബ്ദഘോഷങ്ങളെ കേട്ട് രാവണന് ചിന്ത മുഴുത്തു, അത്യധികം ചിന്താകുലനായി തീർന്നു. കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളോരു കുംഭനോടാശു നീ പോകെന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നികുംഭനും അന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ. കുംഭനും താനും പ്രജംഘനും എത്രയും വൻപുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നളവിംബം കലർന്നടുത്താർ കപിവീരരും. രാത്രിയിലാർത്തങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചരന്മാർ തെരുതെരച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കപികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റുപിടിച്ചും അടിച്ചും ഇടിച്ചും അങ്ങൂറ്റം നടിച്ചും പൊടിച്ചും പരസ്പരം. അതിഭീഷണമായ യുദ്ധം വീണ്ടും അവിടെ നടക്കുകയാണ്. ഇങ്ങനെ വമ്പിച്ച ഘോഷങ്ങൾ കേട്ട് ചിന്താകുലനായ രാവണൻ കുംഭകർണൻ്റെ
മൂത്ത മകനായ കുംഭനോട് നീ വേഗം പൊയ്ക്കൊള്ളൂ, പുറപ്പെട്ടുകൊള്ളൂ എന്ന് ആജ്ഞാപിച്ചു. ആ സമയത്ത് അനിയനായ നികുംഭനും ഞാനും എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും യുദ്ധത്തിന് പുറപ്പെട്ടു. ആ സമയത്ത് കുംഭനോടൊപ്പം പ്രജംഘനും യൂപാക്ഷനും ശോണിതാക്ഷനും വലിയ പടയോടുകൂടി പുറപ്പെട്ടു. എന്നാൽ വാനരന്മാർ വളരെ സന്തോഷത്തോടു കൂടി അവരെ എതിരിടാൻ തുടങ്ങുകയാണ്. രാത്രിയിൽ ഗർജിച്ച് ആർത്തടുത്ത് വരുന്ന രാത്രിഞ്ചരന്മാർ അവർ കൂട്ടമായി ചാകുവാൻ ആരംഭിച്ചു. കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ട് വാനരന്മാരുടെ ശരീരങ്ങളും മുറിവേറ്റു. അവർ വീഴുകയും ചെയ്തു. പരസ്പരം ഏറ്റുപിടിച്ചും അടിച്ചും ഇടിച്ചും തങ്ങളുടെ പ്രഭാവം കാണിക്കാൻ വേണ്ടി നടിച്ചും പരസ്പരം പൊടിച്ചും വലിയ മരങ്ങൾ പുഴക്കിയെടുത്ത് അടിച്ചും തോറ്റോടുന്ന സമയത്ത് പോകല്ലേ, തോറ്റു പോകരുതെന്ന് വിളിച്ചു പറയുകയും അങ്ങനെ അതിഭീഷണമായ യുദ്ധം വാനര രാക്ഷസന്മാർ തമ്മിൽ അവിടെ ഉണ്ടായി. അങ്ങനെ പൊരുതിക്കൊണ്ടിരിക്കുന്ന രണ്ട് വിഭാഗത്തിലുള്ളവരും ആ യുദ്ധത്തിൽ മരണപ്പെടുകയും ചെയ്തു. 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി പുക്കിതേറ്റ രക്ഷോഗണം കമ്പനൻ വൻപോടടുത്താനതു നേരം അമ്പുകൊണ്ടേറ്റം അകന്നു കപികളും. ആ സമയത്ത് വെറും 4-5 നാഴിക നേരം കൊണ്ട് മിക്കവാറും രാക്ഷസഗണം യമഭവനത്തിലേക്ക് എത്തി. രാക്ഷസന്മാരിൽ ഏറെ പേരും വെറും 5 നാഴികയ്ക്കുള്ളിൽ കൊല്ലപ്പെടുകയാണ്. ആ സമയത്ത് കമ്പനൻ യുദ്ധത്തിന് തയ്യാറായി വരുന്നു. ആ ഭാഗം നമുക്ക് തുടർന്ന് വായിക്കാം. അടുത്തതായി സനാതനധർമ്മമാണ്. ഇന്ന് സനാതനധർമ്മത്തിൽ ആത്മീയ തത്വങ്ങളെ വിചാരം ചെയ്യുന്നു സ്വാമി സാന്ദ്രാനന്ദ. ഗുരുവിൻ്റെ ഇന്ദ്രിയ വൈരാഗ്യം എന്നുള്ള ഒരു കൃതി ഉണ്ട്. ആ കൃതിയിലൂടെ ഗുരു പറയാൻ ശ്രമിക്കുന്നത് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ സുഖവും ദുഃഖവും അനുഭവിക്കേണ്ടി വരുന്നത് ഇന്ദ്രിയങ്ങളല്ല, മറിച്ച് ജീവനാണ്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും വൈരാഗ്യമുണ്ടാകുക, അങ്ങനെ വൈരാഗ്യമുണ്ടായാൽ മാത്രമേ നമ്മൾക്ക് ആധ്യാത്മികമായിട്ടുള്ള തലത്തിലേക്ക് മനസ്സിനെയും ബുദ്ധിയെയും സൂക്ഷ്മമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ദ്രിയ വൈരാഗ്യം എന്നുള്ള ഒരു കൃതി ഗുരു എഴുതിയിട്ടുള്ളത്. നമ്മളുടെ ആചാര്യന്മാരെ നമ്മൾ ശ്രദ്ധിച്ചാൽ എല്ലാ ആചാര്യന്മാരും ഈ ഒരു കാര്യത്തിൽ ഒരേ അഭിപ്രായക്കാരാണ്. ഇന്ദ്രിയങ്ങളാണല്ലോ നമ്മളെ ഈ അല്പമാത്രമായിട്ടുള്ള സുഖത്തിൻ്റെ പുറകെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോകുന്നത്. ത്വക്ക് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ത്വക്കിന് ദുഃഖവും ഒരു നേരവുമില്ല എന്ന് ഗുരു സൂചിപ്പിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ദുഃഖം, അതിൽ നിന്നുണ്ടാകുന്നതിന് ദുഃഖം അനുഭവിക്കുന്നത് ജീവനാണ്. കാരണം ഈ ത്വക്ക് ജ്ഞാനേന്ദ്രിയങ്ങളാണ്. കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും പൊതുവെ അതാതിൻ്റെ വിഷയങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് പ്രലോഭനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പിന്നീട് വരുന്ന ദുഃഖങ്ങൾ അനുഭവിക്കുന്നതിൽ ഈ ത്വക്കിന് അല്ലെങ്കിൽ ആ ഇന്ദ്രിയങ്ങൾക്ക് യാതൊരു ദണ്ഡവുമില്ലല്ലോ എന്ന് ഗുരു ഇവിടെ പറയുകയാണ്. പക്ഷേ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഉദാഹരണം ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മനുഷ്യൻ വളർന്ന് പ്രായമാകുന്ന അവസരത്തിൽ ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഒരു പ്രായം കഴിയുമ്പോൾ ത്വക്ക് അല്ലേ, തൊലിയൊക്കെ ചുക്കിച്ചുളിയും, മുടി നരയ്ക്കും. ഇതൊക്കെ സ്വാഭാവികമായി വരുന്ന കാര്യമാണ്.
പക്ഷേ അത് അംഗീകരിക്കുവാൻ മനസ്സിന് താല്പര്യമില്ല. മനസ്സ് വീണ്ടും പല പല പ്രലോഭനങ്ങളിൽപ്പെട്ട് പോകുകയാണ്. ഇപ്പോൾ നമ്മൾക്കറിയാം, ഇന്ന് ഒരു പ്രായം കഴിയുമ്പോൾ മുടി നരയ്ക്കുമെങ്കിലും ആ മുടിയെ വീണ്ടും കറുപ്പിക്കുവാനും അതുപോലെ തന്നെ വേറെ പല പല കളറുകൾ കൊടുക്കുവാനും ഒക്കെയുള്ള ഒരു ടെൻഡൻസി ഇവിടെയുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് അതിൽ നടക്കുന്നത്. അതാര് വിചാരിച്ചാലും നിർത്താനും പറ്റില്ല. പക്ഷേ മൾട്ടിനാഷണൽ കമ്പനികൾ പറയുന്നു, നിങ്ങളുടെ സൗന്ദര്യം മുടി ഇങ്ങനെ കറുപ്പിച്ചാൽ അല്ലെങ്കിൽ മുടിക്ക് ഇന്നതുപോലെ കളർ കൊടുത്താൽ ഉണ്ടാകും എന്നുള്ള പരസ്യത്തിലൂടെ, പ്രത്യേകിച്ച് അതിനൊക്കെയുള്ള മോഡലുകളിലൂടെയാണ് ഇത് എല്ലാവരിലേക്കും എത്തിക്കുന്നത്. ഹെയർ സ്റ്റൈൽ ഇതൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. അവർ തീരുമാനിച്ച് നമ്മളുടെ ഇഷ്ടമാക്കി അത് മാറ്റുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? വേറൊരാൾക്ക് പണമുണ്ടാക്കുവാൻ വേണ്ടി അവൻ്റെ ആഗ്രഹങ്ങളെ, അവന് പണം അവൻ്റെ പോക്കറ്റിലേക്ക് എങ്ങനെ വരണം എന്നുള്ള കണക്കുകൂട്ടലിൽ അവനൊരു പ്രോഡക്റ്റ് ഇറക്കുകയാണ്. ആ പ്രോഡക്റ്റിനെ നമ്മളുടെ ആവശ്യമായിട്ട് അവൻ മാറ്റുകയാണ്. അത് പല പ്രാവശ്യം പല രീതിയിൽ പല പ്രലോഭനങ്ങൾ നൽകി നമ്മളെ കൊണ്ടത് അംഗീകരിപ്പിക്കുകയാണ്. അവിടെ എന്തുകൊണ്ടാണ് നമ്മളത് അംഗീകരിക്കുന്നത്? നമ്മളുടെ വിവേകം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്ത ഒരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു. അതാണ് മായ എന്ന് പറയുന്നത്. അങ്ങനെ ഈ പ്രലോഭനങ്ങൾ അവൻ്റെ മനസ്സിനെ കീഴടക്കുകയാണ്. അവന് ബുദ്ധിക്ക് അവിടെ യാതൊരു സ്ഥാനവും കൊടുക്കുന്നില്ല. കാരണം ബുദ്ധിയാണ് ഇത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത്. ആ ബൗദ്ധികമായിട്ടുള്ള തിരിച്ചറിവിനെ മൂടുന്ന രീതിയിലാണ് പ്രലോഭനങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ആ പ്രലോഭനങ്ങൾ, അതിന് മഹർഷിമാർ പറയുന്നു മായ. അപ്പോൾ ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളുടെ ഈ ഒരു അമിതമായിട്ടുള്ള പ്രലോഭനങ്ങളും ലാളനകളും ഒക്കെ സത്യാന്വേഷിയായിട്ടുള്ള, അല്ലെങ്കിൽ സത്യാന്വേഷി എന്ന് പറയുമ്പോൾ പൊതുവെ ആളുകളുടെ വിചാരം സന്യാസം എടുത്തു പോകുന്ന വിരക്തന്മാരായ ആളുകളുടെ കാര്യമാണ് മനസ്സിൽ വരുന്നത്. നമ്മൾക്കതിനെ ഇന്നത്തെ രീതിയിൽ നമ്മൾ സൂചിപ്പിച്ചാൽ, ആത്യന്തികമായി സുഖം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റുന്ന കാര്യമല്ല എന്നാണ് മഹർഷി പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടുന്നത് സുഖമാണോ, ആത്യന്തികമായിട്ടുള്ള ശാന്തിയാണോ, സമാധാനമാണോ? അതാണ് വേണ്ടുന്നതെങ്കിൽ ഇങ്ങനെയുള്ളതിൻ്റെ പുറകെ പോയാൽ അത് നമ്മൾക്ക് കിട്ടില്ല. കാരണം ഇത് നശിച്ചു പോകുന്നതാണ്. നശിച്ചു പോകുന്ന ഒന്നിൻ്റെ പുറകെ നമ്മൾ പോയാൽ നമ്മുടെ ആയുസ്സും വ്യർത്ഥമാകുകയാണ്. പണം, എനർജി, അതുപോലെ ആയുസ് എല്ലാം നശിച്ചു പോവുകയാണ്. ഇങ്ങനെ ഓരോന്നിനെയും വിശകലനം ചെയ്തുകൊണ്ട് അവിടെ ഈ മായയിൽപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് അറിവുണ്ടാക്കുക, വിവേകമുണ്ടാക്കുക, തിരിച്ചറിവുണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ദ്രിയ വൈരാഗ്യം എന്നുള്ള കൃതിയിലൂടെ ഗുരു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ആർക്കാണോ അങ്ങനെ താല്പര്യമുള്ളത്, ഈ ഒരു രീതിയിലേക്ക് അവൻ്റെ മനസ്സിനെ ഉണർത്തി വിടുവാൻ താല്പര്യമുള്ളത്, അവർക്ക് വേണ്ടി മാത്രമാണിത്. ഇതാരെയും അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ എല്ലാവർക്കും വേണ്ടുന്നത് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ മാത്രം നമ്മുടെ ഇഷ്ടത്തിനല്ല പ്രാധാന്യം, മറിച്ച് സത്യത്തിനാണ് പ്രാധാന്യം. അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തതായി ദീപാരാധനയാണ്. ദേവീ സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. षडाधारपङ्केरुहान्तर्विराजत् सुषुम्नान्तराळेति ते चोलसन्तीं सुधामण्डलं
ഇതു കേൾക്കുമെന്നല്ലയോ നിന്നാമ കീർത്തനം പാടുന്നു. എന്നാകിലും ഇതു കേൾക്കു